നിവിൻ ബിഗ് ബോസ് ഷോ വിട്ട് പുറത്തേക്ക് ക്വിറ്റ് ചെയ്ത് പോവുകയാണോ? ഞെട്ടിക്കുന്ന പ്രമോയാണ് വന്നേക്കുന്നത്. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? വെല്ലുവിളിച്ചിട്ടാണോ നിവിൻ അവിടെ നിൽക്കുന്നത്? ബിഗ് ബോസിന്റെ വാതിൽ തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? ഇത്രയും വലിയ പ്രശ്നം അല്ലേ? ഭയങ്കരമായ വഴക്ക് നടക്കുന്നുണ്ട്. അനു അവിടെ കരയുന്നുണ്ട്, അനുവിന്റെ അടുത്ത് വഴക്കിടുന്നുണ്ട്. ഒന്നെങ്കിൽ അനുമോൾ അല്ലെങ്കിൽ ഞാൻ എന്ന് നിവിൻ പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ നാളത്തെ പ്രൊമോ എന്ന് പറഞ്ഞ് ഞെട്ടിക്കുന്ന ഒരു പ്രൊമോയാണ്. അതായത് നിവിൻ ബിഗ് ബോസ് വീട്ടിന്റെ പടി ഇറങ്ങിയോ എന്നാണ് ചോദ്യം. നിവിനും അനുവുമായിട്ട് വഴക്കിടുന്നത് കാണിക്കുന്നു. കൂടെ ആദിലയും നൂറയും ശൈത്യയും എല്ലാം ഉണ്ട്. ഇന്ന് അവരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നത് ഈ രാത്രി ലൈവിൽ കാണാം. ഐസ്ക്രീം കഴിക്കുന്നതും ഫ്രിഡ്ജിൽ നിന്ന് മോട്ടിക്കുന്നതും ഒക്കെ കാണാം. പക്ഷെ ഇവരുമായിട്ടാണ് നാളെ നിവിൻ അവിടെ വഴക്കിടുന്നത് കാണുന്നത്. അത് ഭയങ്കരമായ വഴക്കാണ് കാണുന്നത്. അതിൽ അവിടെ പറയുന്നുണ്ട്, ഒന്നെങ്കിൽ നീ അനുമോളെ നീ ഇവിടെ നിൽക്കും, അല്ലെങ്കിൽ ഞാൻ നിവിൻ ഇവിടുന്ന് പോകും എന്നാണ് പറയുന്നത്. ഈ സംഭവം നിവിൻ പറയാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ആഴ്ചയെങ്കിലും, ഗെയിം തുടങ്ങി ഒരു 2 ആഴ്ചയായിട്ട് തന്നെ നിവിൻ ഇത് പറയുന്നുണ്ട്. അത് കൂടാതെ നിവിൻ വേറൊരു കാര്യം കൂടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എനിക്ക് മതിയായി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇന്നും പുള്ളിക്കാരൻ പറഞ്ഞു, ഇന്നും ലൈവിൽ പറഞ്ഞു, എനിക്ക് ഈ ഷോ മതിയായി. ബിക്കോസ് എനിക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടി. എന്നെ എല്ലാവരും അറിഞ്ഞു, എനിക്ക് ഫാൻസ് ഉണ്ടായി, എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എൻ്റെ ഇവിടെ വരാനുള്ള ആ ഒരു കാരണം, എൻ്റെ ഇവിടെ വരാനുള്ള ഉദ്ദേശം അത് പൂർത്തിയായി. ഇനി എനിക്കൊന്നും പേടിക്കാനില്ല. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേട്ടാ. കാര്യം കൂടുതൽ കിടന്ന് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇതാവൂല. കിട്ടിയതും ഇതായി അങ്ങനെ പോകുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഇന്ന് ഉച്ചയ്ക്കും നിവിൻ ഇത് പറയണ കേട്ടപ്പോഴും എനിക്ക് തോന്നിയായിരുന്നു, നിവിൻ ഇത് ഒരു മടുപ്പ് പോലെ. കഴിഞ്ഞ ഒരു 3-4 ദിവസം മുന്നേയും ഇത് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് താല്പര്യമില്ല. പിന്നെ പറയുന്നത് ഫാൻസ് ഓൺ കോൺടെസ്റ്റിനകത്ത് നിവിനെ എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ തിരഞ്ഞെടുത്തു. മോർണിംഗ് ആക്ടിവിറ്റിയിൽ പാട്ടിൻ്റെ രൂപത്തിൽ ഉത്തരം കൊടുക്കണമെന്ന് പറഞ്ഞ് അതിനുശേഷം ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഫാൻസ് ഉണ്ട്, അതുണ്ട്, ഇതെന്ന് പറഞ്ഞ് എൻ്റെ ഫൈനലി ഞാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പിന്നെയും അത് പറയാൻ തുടങ്ങി. ഇന്ന് പുള്ളിക്കാരൻ പിന്നെയും എനിക്ക് മതിയായി, ഞാൻ പോവുകയാണ്, എനിക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് മതിയായി, എനിക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞു എന്ന് ഇന്നും പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആദില, നൂറ, ശൈത്യ, അനു ഇവരുമായിട്ട് വഴക്കിടുന്നു. എന്നിട്ട് അവിടെ നിവിൻ വെല്ലുവിളിക്കുന്നുണ്ട്, ഒന്നെങ്കിൽ അനുമോളെ നീ ഇവിടെ നിൽക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവും, അപ്പോൾ ഞാൻ ക്വിറ്റ് ചെയ്യും എന്ന് തന്നെ പറഞ്ഞേക്കാണ്. ഞാൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുമെന്ന് നിവിൻ പറയുകയാണ്. അപ്പോൾ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ തീരുമാനമെങ്കിൽ പ്രധാന വാതിൽ തുറന്നു തരികയാണ്, നിവിൻ ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാമെന്ന് ബിഗ് ബോസ് പ്രൊമോയിൽ പറയുന്നു. നിവിൻ അവിടെ കൂടെ ചിന്തിക്കുന്നതൊക്കെ കാണാം. അപ്പം അനു അവിടെ എല്ലാം ആക്കിയിട്ട് എനിക്കൊന്ന് അനു കരയുന്നുണ്ട്. അനു ഇവിടെ കരച്ചിൽ വഴക്ക്. അപ്പോൾ അതങ്ങ് സിങ്കായി പൊക്കോളുമല്ലോ. ആ രീതിയിലാണ് അനുവിൻ്റെ ഗെയിം പോണത് കേട്ടോ. അപ്പോൾ ഇവിടെ ആദിലെ നൂറെ പറഞ്ഞു, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പോകാൻ പറഞ്ഞു, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് പോകുമെന്ന് പറയുന്നു. ഇത് കേൾക്കാത്ത പാതി കേട്ട പാതി നമ്മുടെ നിവിൻ ഇറങ്ങി ഓടുന്നു, ഓടാൻ നോക്കുന്നു. അപ്പോൾ എല്ലാവരും പിന്തിരിപ്പിക്കുന്നു, പോണ്ട പ്ലീസ് പോണ്ട. അപ്പം നിവിൻ ഓടുന്നതാണ് കാണുന്നത്. ബിഗ് ബോസ് വാതിൽ തുറക്കുന്നു, നിവിൻ ഓടി പുറത്തേക്ക് പോകുന്നത് കാണിക്കുന്നില്ല. വാതിൻ്റെ അടുത്തേക്ക് വരെ എത്തുന്നത് കാണുന്നു. നിവിൻ ക്വിറ്റ് ചെയ്യുമോ ഇല്ലയോ? അതൊക്കെ നമുക്ക് നാളെ കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിനകത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരാണ് പറയേണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.